സലീം കുമാർ എന്ന ചിരി മാഞ്ഞിരിക്കുന്നു. കാലങ്ങളായി മലയാള സിനിമാ രംഗത്ത് കോമഡി താരമായും സഹനടനായും നടനായും തുടങ്ങിയ മഹാപ്രതിഭ തന്റെ 56-ാം വയസ്സിലാണ് വിടവാങ്ങിയത്. ഹൃദയാഘാതത്തെ തുടർന്ന് കൊച്ചി അമൃത ആശുപത്രിയിലായിരുന്നു അന്ത്യം. സലീം കുമാറിന്റെ പൊതുദർശനം പറവൂർ ടൗൺ ഹാളിൽ തുടരുകയാണ്. ജയറാം, നവ്യ നായർ തുടങ്ങിയ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. സലീം കുമാറിന്റെ ആഗ്രഹപ്രകാരം മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കിയാകും സംസ്കാരം. വൈകിട്ട് 3 മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ. വിവരങ്ങളുമായി പറവൂർ ടൗൺ ഹാളിൽ നിന്ന് രേഷ്മ ബാബു, സാനു കെ സജീവ, ജിജീഷ് കരുണാകരൻ എന്നിവർ ചേരുന്നു. ആദ്യം നമുക്ക് രേഷ്മയിലേക്ക് പോകാം. രേഷ്മ, മലയാള സിനിമയെ ഒരു ചിരിക്കാലം കൊണ്ട് അനശ്വരമാക്കിയ സലീം കുമാർ എന്ന അതികായൻ വിടവാങ്ങുമ്പോൾ മലയാള സിനിമാ ലോകം മാത്രമല്ല എല്ലാ മനുഷ്യ മനസ്സുകളും ഒരുപോലെ വിങ്ങുകയാണ്. കാരണം അത്രത്തോളം നമ്മെ ചിരിപ്പിച്ച, ചിന്തിപ്പിച്ച മറ്റൊരു നടനുണ്ടോ, മറ്റൊരു സലീം കുമാർ ഇനി മലയാള സിനിമയ്ക്കുണ്ടോ എന്ന കാര്യം തന്നെ വലിയ സംശയമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം, ആ ജീവനറ്റ ശരീരം ഇപ്പോൾ പറവൂർ ടൗൺ ഹാളിലാണ്. എങ്ങനെയാണ് അവിടെ പൊതുദർശനം തുടരുന്നത്? ഏതൊക്കെ പ്രമുഖരാണ് അദ്ദേഹത്തിനെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തുന്നത്? ഒപ്പം വൻ ജനാവലിയാണോ അവിടെ എത്തിയിരിക്കുന്നത്? അശ്വതി, പറവൂർ ടൗൺ ഹാളിലെ പൊതുദർശനം പുരോഗമിക്കുകയാണ്. നിരവധി ആളുകളാണ് സലീം കുമാറിനെ ഒരു നോക്ക് കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനായിട്ടും ഈ ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തുന്നത്. നേരത്തെ നവ്യ നായർ ഉൾപ്പെടെയുള്ള ആളുകൾ, ജയറാം ഉൾപ്പെടെയുള്ള ആളുകൾ അന്ത്യോപചാരം അർപ്പിച്ചു. ജയറാം, സലീം കുമാർ കോമ്പിനേഷൻ സീനുകളൊക്കെ തന്നെ ഒട്ടേറെ ഹിറ്റ് സൃഷ്ടിച്ചവയാണ്. അതുകൊണ്ട് തന്നെ നിരവധി ഓർമ്മകളോടുകൂടി തന്നെയാണ് നടൻ ജയറാം ഈ ടൗൺ ഹാളിലേക്ക് നടന്നെത്തിയത്. അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായ സഹപ്രവർത്തകനായ സലീം കുമാറിനെ കണ്ണീരോടെയാണ് കണ്ടത്. അദ്ദേഹം അന്ത്യോപചാരം അർപ്പിച്ചത്. അദ്ദേഹം അവിടെ തന്നെ ഉണ്ട്. രമേശ് പിഷാരടി ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ തന്നെ ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു. 9:15 ഇവിടുത്തെ പൊതുദർശന ചടങ്ങുകൾ ആരംഭിച്ചത്. മത ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ ഒഴിവാക്കിക്കൊണ്ട് സംസ്കാരം നടത്തണമെന്നുള്ളൊരു നിർദ്ദേശം നേരത്തെ തന്നെ സലീം കുമാർ കുടുംബത്തിന് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ മതാചാര ചടങ്ങുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. വൈകുന്നേരം 3 മണിക്ക് അദ്ദേഹത്തിൻ്റെ സ്വവസതിയായിട്ടുള്ള ലാഫിംഗ് വില്ലയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. 1 മണിയോടുകൂടി ടൗൺ ഹാളിൽ നിന്ന് ഭൗതികദേഹം നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ചിറ്റേറ്റുകരയിലാണ് അദ്ദേഹത്തിൻ്റെ വീടായിട്ടുള്ള ലാഫിംഗ് വില്ല സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് കൊണ്ടുപോകും. നിലവിൽ 1 മണിവരെയാണ് ടൗൺ ഹാളിലെ പൊതുദർശനത്തിനുള്ള സമയം ക്രമീകരിച്ചിട്ടുള്ളത്. പക്ഷേ ആളുകളുടെ ബാഹുല്യം അനുസരിച്ച് സമയത്തിൽ ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ തന്നെ ഉണ്ടാകും. കാരണം അത്രയധികം ആളുകൾ ഈ പറവൂർ ദേശത്തേക്ക്, ഇവിടത്തേക്ക് കടന്നെത്തും. അവരുടെ സലീമേട്ടന് അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് മിമിക്രി രംഗത്തെ ആളുകൾ, നാടക രംഗത്തെ ആളുകൾ, അതോടൊപ്പം തന്നെ മറ്റ് കലാ സാംസ്കാരിക രംഗത്തെ ആളുകൾ, അദ്ദേഹത്തിൻ്റെ സിനിമയിലെ സഹപ്രവർത്തകർ എല്ലാവരും ഇവിടെ എത്തിയാണ് അന്ത്യോപചാരം അർപ്പിക്കുക. അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇവിടെ എത്തി ആദരാഞ്ജലികൾ അർപ്പിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ സ്വീകരണ ചടങ്ങിലാണ്, പറവൂരിലെ ചടങ്ങിലാണ് പൊതുവേദി, ഏറ്റവും അവസാനത്തെ അദ്ദേഹത്തിൻ്റെ പൊതുവേദി എന്ന് വിലയിരുത്തപ്പെടുന്ന അവിടെയാണ് സലീം കുമാർ അവസാനമായിട്ട് പങ്കെടുത്ത പരിപാടി. എന്തായാലും പറവൂരുകാർക്ക് അവരുടെ സ്വന്തം സലീമേട്ടൻ്റെ വിടവാങ്ങൽ സഹിക്കാൻ സാധിക്കില്ല. അതുമാത്രവുമല്ല, മലയാള സിനിമയ്ക്ക് വലിയൊരു വിടവ് നൽകിക്കൊണ്ടാണ് സലീം കുമാർ പോകുന്നത്. കാരണം മലയാള സിനിമയിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ അത്രയേറെ മികച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ കലാസൃഷ്ടിയും അത്ര കണ്ട് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച് പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സലീം കുമാറിലെ നടനെ വിശേഷിപ്പിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ ഒരു സലീം കുമാറിൻ്റെ ഛായാചിത്രം, വലിയ ഛായാചിത്രമൊക്കെ ഇരിക്കുകയാണ്. അവിടെ തൊട്ടടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബം, ഭാര്യ സുനിത, മക്കളായിട്ടുള്ള ആരോമൽ, ചന്തു എന്നിവരുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമയിലെ സഹപ്രവർത്തകരായിട്ടുള്ള അഭിനേതാക്കളുണ്ട്. നടൻ ജയറാം അരമണിക്കൂർ മുൻപേ വന്നിരുന്നു. അദ്ദേഹം സലീം കുമാറിൻ്റെ ഭൗതികദേഹത്തിന് തൊട്ടരികിൽ തന്നെ ചേർന്നിരിക്കുകയാണ്. വൺമാൻ ഷോയിൽ ജയറാമിൻ്റെയും സലീം കുമാറിൻ്റെയും കോമ്പിനേഷൻ സീനുകളൊക്കെ തന്നെയുണ്ട്. അതിലൊരു ഭ്രാന്തനായിട്ട് അഭിനയിച്ചുകൊണ്ട് അദ്ദേഹം തകർത്താടുകയായിരുന്നു. ദിലീപിൻ്റെ കോമ്പിനേഷൻ സീനുകളിലാണെങ്കിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഹാസ്യം അത് കൃത്യമായിട്ട് പ്രകടിപ്പിക്കാനായിട്ട്, അത് അഭിനയിച്ച് ഫലിപ്പിക്കാനായിട്ട് സലീം കുമാറിന് സാധിച്ചു എന്നുള്ളതാണ് ഏറെ ചർച്ച ചെയ്യപ്പെട്ട കാര്യം. എന്തായാലും
ഇവിടുത്തെ പൊതുദർശന ചടങ്ങുകൾ 1 മണിയോടുകൂടി അവസാനിപ്പിച്ചുകൊണ്ട് നേരെ ഭൗതികദേഹം അദ്ദേഹത്തിൻ്റെ ലാഫിംഗ് വില്ല എന്ന് പറയുന്ന വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ ഉറ്റവരായിട്ടുള്ള ബന്ധുക്കൾക്കും അടുത്ത സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്ക്, അതായത് ചിറ്റേറ്റുകരക്കാർക്കും പൊതുദർശനത്തിന് വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് സമയം പൊതുദർശനം അവിടെ ഉണ്ടാകും. അവിടെ ചിറ്റേറ്റുകരക്കാരായിട്ടുള്ള നാട്ടുകാർക്കും അയൽവാസികൾക്കും ഒക്കെ തന്നെ അന്ത്യോപചാരം അർപ്പിക്കാനായിട്ടുള്ള ക്രമീകരണങ്ങളും നിലവിൽ ഒരുക്കിയിട്ടുണ്ട്. അശ്വതി, ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ രാത്രി 10:43 ഈ മരണം സ്ഥിരീകരിച്ചത്. അദ്ദേഹം കരൾ രോഗബാധിതനായിരുന്നു. അതിനിടയിൽ ന്യൂമോണിയ ബാധിച്ചു. അതിനിടയിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്. ഈ മരണവാർത്ത എത്തുന്ന ഘട്ടത്തിൽ സിനിമാ മേഖലയിലുള്ള ഒട്ടനവധി പേർ ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. അദ്ദേഹം വെന്റിലേറ്ററിലാണ് എന്നുള്ള വാർത്ത പുറത്തു വരുന്ന ഘട്ടത്തിൽ തിരിച്ച് അദ്ദേഹം ഊർജ്ജസ്വലനായിട്ട് ആരോഗ്യവാനായിട്ട് തിരിച്ചെത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷ ഫലവത്തായില്ല. 10:43 അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. വലിയൊരു വിടവ് മലയാള സിനിമയ്ക്ക് നൽകിക്കൊണ്ടാണ് സെലിംകുമാർ എന്ന് പറയുന്ന മഹാനടൻ എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കണം. അത്ര കണ്ട് ഹാസ്യങ്ങളിലൂടെ ആണെങ്കിലും നർമ്മങ്ങളിലൂടെ ആണെങ്കിലും നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്രയേറെ സ്വഭാവ നടനം കൊണ്ട് അദ്ദേഹം ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 2000 കാലഘട്ടമാണ് സെലിംകുമാർ എന്ന് പറയുന്ന അഭിനേതാവിൻ്റെ നടൻ്റെ ഒരു സുവർണ കാലഘട്ടം എന്ന് കുറിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് 1997 ഇഷ്ടമാണ് 100 വട്ടം എന്നുള്ള ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ചു. അതിനുശേഷം ചെറിയ ചില സിനിമകളിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയിരുന്നു. പിന്നീട് 2000-ൽ എല്ലാ സിനിമകളിലും ഈ പറയുന്ന സെലിംകുമാർ ഭാഗമായിരുന്നു. അതായത് സെലിംകുമാർ ദിലീപ് കോമ്പിനേഷനുകൾ, സെലിംകുമാർ ജയറാം കോമ്പിനേഷനുകൾ, സെലിംകുമാർ ഹരിശ്രീ അശോകൻ കോമ്പിനേഷൻ സീനുകൾ, ഇതൊക്കെ തന്നെ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ച കയ്യടി നേടിയ കഥാപാത്രങ്ങളൊക്കെ തന്നെ ഒരുക്കാൻ പറ്റിയിരുന്നു. അത്തരത്തിൽ 2000-ൽ മലയാള സിനിമ ഏറെ ഉപയോഗിച്ച ഒരു നടൻ കൂടിയാണ് സെലിംകുമാർ. 2000-ൽ അദ്ദേഹത്തിൻ്റെ ഹാസ്യ നടനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ച, കരിയറിലെ വലിയൊരു വളർച്ച അദ്ദേഹത്തിനുണ്ടായി. 2004-ൽ പെരുമഴക്കാലം എന്ന് പറയുന്ന ചിത്രത്തിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച സെലിംകുമാർ മലയാളിയുടെ മനസ്സിൽ ഇന്നും നോവായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കാരണം ആ പെരുമഴക്കാലത്തിലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കഥാപാത്രമാണ് സെലിംകുമാർ എന്ന് പറയുന്ന നടനിലെ ഒരു സ്വഭാവ നടൻ ഒളിഞ്ഞിരിപ്പുണ്ട്. അദ്ദേഹത്തിന് വൈകാരികമായിട്ടുള്ള രംഗങ്ങൾ ഏത് വിധത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ അഭിനയശേഷി അല്ലെങ്കിൽ കുറിക്കപ്പെട്ടത് പെരുമഴക്കാലം എന്നുള്ളൊരു ചിത്രം. ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 2004-ൽ ഇറങ്ങിയ പെരുമഴക്കാലം എന്ന ചിത്രത്തിലെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം തന്നെയാണ്. പിന്നീടാണ് 2005-ൽ അച്ഛനുറങ്ങാത്ത വീടെന്ന് പറയുന്ന സിനിമയിലെ സാമൂൽ എന്ന് പറയുന്ന കഥാപാത്രത്തിലേക്ക് സെലിംകുമാർ എന്ന് പറയുന്ന അഭിനേതാവ് ആഴ്ന്നിറങ്ങുന്നത്. സാമൂൽ എന്ന് പറയുന്ന കഥാപാത്രം ഇന്നും മലയാളിക്ക് ഒരു നോവായിട്ട് മാറിയിരിക്കുകയാണ്. ആ ഒരു സിനിമയിലെ പാട്ടുകൾ നേരത്തെ നമ്മൾ ഈ ഒരു ഹെഡ്സ് വായിച്ച സമയത്ത് ആ പാട്ടുകൾ ഇട്ട സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു നോവ് അത് സാമൂൽ എന്ന് പറയുന്ന കഥാപാത്രം സൃഷ്ടിച്ചെടുത്ത ഒന്നാണ്. അതായത് ഒരു അതിസാധാരണമായിട്ടുള്ള ഒരു കുടുംബത്തിൽ 3 പെൺമക്കളെ ഒരച്ഛൻ, അമ്മയില്ലാത്ത 3 പെൺമക്കളെ ഒരു അച്ഛൻ എങ്ങനെയാണ് പോറ്റി വളർത്തേണ്ടത്? കാക്കയ്ക്കും പരുന്തിനും ഒന്നും കൊത്തിക്കൊടുക്കാതെ അല്ലെങ്കിൽ അവരുടെ കൊത്തയേൽക്കാതെ 2 പെൺകുട്ടികളെ വളർത്തിയെടുക്കാനായിട്ട് പാടുപെടുന്ന ആ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടുള്ള അച്ഛൻ, അതായിരുന്നു സാമൂൽ എന്ന് പറയുന്ന കഥാപാത്രത്തെ അഭിനയിപ്പിച്ച് പ്രതിഫലിപ്പിച്ചത് സെലിംകുമാർ. സാധാരണ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ജീവിതത്തിലേക്ക് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വൈകാരിക നിമിഷങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ആ ഒരു സമ്മർദ്ദകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ തന്നെ വളരെ തന്മയത്വത്തോടു കൂടിയാണ് സെലിംകുമാർ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമയ്ക്ക് വലിയ രീതിയിൽ പുരസ്കാരങ്ങൾ നേടാൻ സാധിച്ചത്. അവിടെ സെലിംകുമാർ എന്ന് പറയുന്ന അഭിനേതാവിൻ്റെ മറ്റൊരു മാറ്റം, ഒരു പകർന്നാട്ടം തന്നെയായിരുന്നു അച്ഛനുറങ്ങാത്ത വീട്ടിലെ സാമൂഹിലൂടെ മലയാളികൾക്ക് മനസ്സിലായത്, പ്രേക്ഷകർക്ക് മനസ്സിലായത്. പിന്നീട് ഈ അഭിനേതാവ് എന്നുള്ള രീതിയിൽ വലിയൊരു മാറ്റം, ഒരു കരിയറിൽ മാറ്റം, ഹാസ്യ നടനിൽ നിന്ന് ഒരു സ്വഭാവ നടനിലേക്കുള്ളൊരു മാറ്റം ഈ പറയുന്ന അച്ഛനുറങ്ങാത്ത വീടിന് ശേഷം സെലിംകുമാറിന് ലഭിച്ചു. ആദാമിൻ്റെ മകൻ അബു എന്ന് പറയുന്ന ചിത്രത്തിലൂടെ ദേശീയ തലത്തിൽ നിരവധി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ഒരു ചിത്രമായിരുന്നു 2010-ൽ സെലിംകുമാറിൻ്റേതായിട്ട് ഇറങ്ങിയ ആദാമിൻ്റെ മകൻ അബു എന്ന് പറയുന്നത്. ദേശീയ തലത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടി. സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച നടൻ എന്നുള്ള പുരസ്കാരവും ആദാമിൻ്റെ മകൻ അബു എന്നുള്ള ചിത്രത്തിന് സെലിംകുമാറിന് ലഭിച്ചു. ആദാമിൻ്റെ മകൻ അബു എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് അത്ര വിൽപ്പനക്കാരനായിട്ടുള്ള അബു സാമ്പത്തിക പരാധീനതകൾക്കിടയിൽ ഓരോ നാണയത്തുട്ടുകളും സൂക്ഷിച്ചു വെച്ചുകൊണ്ട് മക്കയിൽ ഹജ്ജിന് പോകാനായിട്ട് ഒരുങ്ങുന്ന അതിനിടയിൽ ഉണ്ടാകുന്ന ചില സംഭവ വികാസങ്ങൾ, അത് വളരെ വലിയ ഒരു എങ്ങനെ ആയിരിക്കും ഒരു സാധാരണക്കാരൻ ആ രീതിയിൽ പ്രകടനം നടത്തുക എന്നുള്ള രീതിയിൽ അത് കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ, ആ വൈകാരിക
ആ സമ്മർദ്ദങ്ങൾ എത്തിക്കാനായിട്ട് സെലിംകുമാറിന് സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ 2011 മികച്ച നടനെന്നുള്ള പുരസ്കാരം, ദേശീയ സംസ്ഥാന സർക്കാർ പുരസ്കാരങ്ങൾ നേടാനായിട്ട് സാധിച്ചു. ആ അന്തർദേശീയ തലത്തിൽ വലിയ രീതിയിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു ചിത്രം കൂടിയായിരുന്നു സെലിംകുമാറിൻ്റെ ഈ ആദാമിൻ്റെ മകൻ അബു എന്ന് പറയുന്ന ചിത്രം. അതിലെ അബു ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു വലിയൊരു സംഭാവനയായിട്ട് വിലയിരുത്തപ്പെടുന്ന ഒരു കഥാപാത്രം തന്നെയാണ്. അതിനുശേഷം അദ്ദേഹം ചില സിനിമകൾ സംവിധാനം ചെയ്തു, 3ഓളം സിനിമകൾ സംവിധാനം ചെയ്തു. അതിൽ കറുത്ത ജൂതൻ എന്ന് പറയുന്ന ഒരു ചിത്രം അദ്ദേഹം സ്വന്തം കഥ എഴുതി അതിനുശേഷം സംവിധാനം ചെയ്തു. ആ ചിത്രം എന്ന് പറയുന്നത് അന്ന് ആ ഒരു സമയത്ത് ഇറങ്ങിയ സമയത്ത് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച കഥയ്ക്കുള്ള പുരസ്കാരം നേടിയെടുക്കുകയും ചെയ്തു. അത്തരത്തിൽ സർവ്വ മേഖലകളിലും തൻ്റേതായിട്ടുള്ള കയ്യൊപ്പ് ചേർത്താനായിട്ട്, തൻ്റേതായിട്ടുള്ള ഒരു ഇടം പിടിക്കാനായിട്ട് സെലിംകുമാറിന് സാധിച്ചു എന്നുള്ളതാണ് ഏറെ പ്രസക്തമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് മലയാളികൾ, മലയാള സിനിമാ പ്രേമികൾ സെലിംകുമാർ എന്ന് പറയുന്ന അഭിനേതാവിനെ ഓർത്തിരിക്കുന്നത്. മറ്റൊന്ന് അശ്വതി, മറക്കാൻ പാടില്ലാത്ത സംഭാഷണ ശകലങ്ങൾ സെലിംകുമാറിൻ്റെ പലവിധ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഓരോ കഥാപാത്രങ്ങളിൽ ഈ 300-ലധികം സിനിമകൾ സെലിംകുമാർ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ 300-ലധികം സിനിമകളിലൂടെ ഉള്ള എല്ലാ കഥാപാത്രങ്ങളിലും ഏതൊക്കെ കഥാപാത്രങ്ങളുടെ പേരുകളുണ്ടോ അവർ പറഞ്ഞിട്ടുള്ള ഡയലോഗുകളൊക്കെ തന്നെ ഈ 2026 കാലഘട്ടത്തിലും ഓരോ കുട്ടികളും പറഞ്ഞു നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം. കാരണം എന്ന് വെച്ചാൽ ഒരു അഭിനേതാവിനെ സംബന്ധിച്ച് എല്ലാ കാലത്തും അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങളിലെ സംഭാഷണ ശകലങ്ങൾ ഓരോ തലമുറയും വീണ്ടും അത് ഓർമ്മിക്കുകയും അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വൻ വിജയമാണ് ഒരു നടനെ സംബന്ധിച്ച്. അത്തരം ഒരു വിജയം നേടിയ അഭിനേതാവ് കൂടിയാണ് സെലിംകുമാർ. കാരണം അദ്ദേഹത്തിൻ്റെ കല്യാണരാമനിലെ പ്യാരി എന്ന് പറയുന്ന, നമ്മൾ നേരത്തെ ഹെഡ്സ് വായിച്ച സമയത്ത് അതിൽ വെൽക്കം എന്ന് എഴുതുന്നതിന് പകരം വെൽക്കം എന്ന് എഴുതി വന്നതിന് ശേഷം സെലിംകുമാർ പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതിനുശേഷം അതിൽ കല്യാണരാമനിൽ തന്നെ സദ്യ കഴിക്കുമ്പം അത് പല അഭിമുഖങ്ങളിലും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ സദ്യ കഴിക്കുന്ന സമയത്ത് ചോറ് തുണ്ടയിൽ കുടുങ്ങുന്നുണ്ട്. അതിൻ്റെ ആ അഭിനയത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ട് അവിടെ ഇരുന്ന ആളുകൾ കൂടി ചിരിക്കുന്നത് നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ആ സീനിൽ നിന്ന് മനസ്സിലാകും. അത്തരത്തിൽ ചെറിയ കാര്യങ്ങളിൽ, അതായത് സംവിധായകൻ പറയുന്നതിനപ്പുറത്തേക്ക് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ സാധിക്കുന്ന ഒരു മഹാനടനാണ് സെലിംകുമാർ. ആ മഹാനടനെ മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെടുമ്പോൾ വലിയൊരു നികത്താനാകാത്ത നഷ്ടമെന്ന് പറയേണ്ടി വരും. അതീവ മലയാള സിനിമാ പ്രേമികളെ സംബന്ധിച്ച് ഇനിയും ഒട്ടേറെ കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമാ പ്രേമികൾക്കിടയിലേക്ക് ആഴ്ന്നിറങ്ങേണ്ട ഒരു മനുഷ്യനെ ഈ ഒരു 56-ാം വയസ്സിൽ നഷ്ടപ്പെടുമ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ച് ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു സുവർണ കാലഘട്ടം കൂടിയാണ് കടന്നു പോകുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ, അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള കഥാപാത്രങ്ങളിലെ സംഭാഷണ ശകലങ്ങളിലൂടെ എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹത്തെ ഓർത്തിരിക്കും. നമ്മൾ ഹരിശ്രീ അശോകൻ, സെലിംകുമാർ കൂട്ടുകെട്ടിൽ പിറന്ന ഒട്ടേറെ ഹിറ്റ് സിനിമകളുണ്ട്, അതിൽ ഒട്ടേറെ ഹിറ്റ് സീനുകളുണ്ട്. ആ സീനുകളൊക്കെ തന്നെ ഇന്നും TV-യിൽ വന്നു കഴിഞ്ഞാൽ ചിരി ഉണർത്തുന്നതാണ്, കുടുകുടെ ചിരിപ്പിക്കുന്നതാണ്. ആ കോമഡികൾക്കൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു, ഒരു നിലവാരമുള്ള കോമഡികളായിരുന്നു എപ്പോഴും സെലിംകുമാർ ഉൾപ്പെടെയുള്ള കോമ്പിനേഷൻ സീനുകളിൽ വരുന്ന ആർട്ടിസ്റ്റുകൾ ചെയ്തിരുന്നത്. ആ നടന്മാരുടെ ഉള്ളിൽ നിന്ന് വരുന്ന അവിടെ വെച്ച്, അതായത് തിരക്കഥയിൽ എങ്ങും ഇല്ലാത്ത സീനുകൾ കൂടി വരുന്ന സമയത്ത് കയ്യിൽ നിന്ന് കോമഡി ഇട്ടാൽ കൂടി അവിടെയുള്ള സഹപ്രവർത്തകരായിട്ടുള്ള അഭിനേതാക്കൾ കൂടി ചിരിക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെന്ന് സെലിംകുമാർ തന്നെ തൻ്റേതായിട്ടുള്ള അഭിമുഖങ്ങളിൽ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു നടനെ നഷ്ടപ്പെടുമ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ച് അത് വലിയൊരു വിടവായിട്ട് തന്നെ നിലനിൽക്കും. പക്ഷേ കാലത്തിൻ്റെ നീതി എന്ന് പറയുന്നത് പോലെ ആ ഒരു മരണം വന്ന് വിളിച്ച സമയത്ത് അദ്ദേഹം പോയി. ആ ഒരു ദുഃഖം എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സലീമേട്ടനെ, പറവൂരുകാരെ സംബന്ധിച്ച് സലീമേട്ടൻ എന്നുള്ള ഒരു വാക്കാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. ആ സെലിംകുമാറിനെ കാണാനായിട്ട് ഈ ടൗൺ ഹാളിലേക്ക് നിരവധി ആളുകൾ എത്തുന്നുണ്ട്. നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും കടന്നു വരുന്നുണ്ട്, അന്ത്യോപചാരം അർപ്പിക്കുന്നുണ്ട്, ഒരു നോക്ക് കണ്ട് അവർ പോകുന്നുണ്ട്. ഇവിടേക്ക് വരുന്ന എല്ലാവരും സിനിമയെ സ്നേഹിക്കുന്ന ആളുകൾ തന്നെയാണ്. സെലിംകുമാർ എന്ന് പറയുന്ന കഥാപാത്രത്തെ, സെലിംകുമാറിലെ അഭിനേതാവിനെ സ്നേഹിക്കുന്ന ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കണ്ണുകളിൽ നിന്ന് ഉയരുന്ന ഓരോ തുള്ളിയും, അല്ലെങ്കിൽ ചിലർ കരയും, ചിലർ ആ ഒരു വികാരവും ഇല്ലാതെ നോക്കുക, അതൊക്കെ തന്നെ സെലിംകുമാറിന് നൽകുന്ന അവരുടെ ഓരോ പൂച്ചെണ്ടുകളാണ്. അത്ര കണ്ട് മലയാള സിനിമ സ്നേഹിച്ചതുപോലെ തന്നെ മലയാള സിനിമാ പ്രേമികളും ഹൃദയത്തിൽ ചേർത്ത് വെച്ച ഒരു പേരും ഒരു വ്യക്തിയും തന്നെയാണ് സെലിംകുമാർ. അദ്ദേഹത്തോട് ചേർന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബമുണ്ട്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ചന്തു സിനിമാ നടൻ തന്നെയാണ്. ഇളയ മകൻ ആരോമൽ, ഭാര്യ സുനിത പ്രണയവിവാഹമായിരുന്നു. അദ്ദേഹത്തെ കുടുംബത്തെ എപ്പോഴും ചേർത്ത് നിർത്തിയ ഒരു നടൻ കൂടിയായിരുന്നു
സെലിംകുമാർ. കാരണം സിനിമ വിട്ട് കഴിഞ്ഞാൽ അദ്ദേഹം നേരെ എത്തിച്ചേരുക ലാഫിംഗ് വില്ല എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിലേക്കാണ്. ആ വീട്ടിലെത്തി കുടുംബവുമായിട്ട് സമയം ചെലവഴിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. പിന്നെ അതിനുശേഷം അദ്ദേഹം സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കും. രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറഞ്ഞൊരു വ്യക്തി കൂടിയാണ് സെലിംകുമാർ. കാരണം പലപ്പോഴും മലയാള സിനിമയിൽ തൻ്റെ രാഷ്ട്രീയം ഇതാണെന്ന് പറയാൻ പലരും മടിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ രാഷ്ട്രീയം ഇതാണെന്ന് തുറന്നു പറഞ്ഞ ഒരു അഭിനേതാവ്, തനിക്കിനി അവസരങ്ങൾ കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, തൻ്റെ നിലപാട് ഇതാണ് എന്ന് പറഞ്ഞൊരു അഭിനേതാവ് നടൻ കൂടിയാണ് സെലിംകുമാർ.